മനിറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ 300 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബോൺ ഉള്ളതായിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ബോൺലെസ് എടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് തൈസിൻ്റെയും ആ ബ്രസ്റ്റിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ബോൺലെസ് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാലും മതിയാകും. ഇപ്പം ഞാൻ ഇതിൽ ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇപ്പം നിങ്ങൾ മുട്ട യൂസ് ചെയ്യാത്തവർ ഈ മുട്ടയ്ക്ക് പകരം ഒരു ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇതിലൊരു 1/2 ലെമൻ്റെ ജ്യൂസും ഞാൻ ഒഴിക്കാൻ പോയാണ്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ആവശ്യത്തിന് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ കോട്ടിങ്ങിനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 15 to 30 മിനിറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സമയം ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തേക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യണത്. ഒരുപാട് ഓയിൽ എടുത്താൽ നമുക്ക് എല്ലാം വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതിൽ ഒന്നൊന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് സമയം ആകത്തില്ല ഇത് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ബ്രോയിലർ ചിക്കനാണ്. ആ കോട്ടിങ് മാത്രം നമുക്ക് അത് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതിയാകും. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇപ്പം 2-3 സെറ്റായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലെല്ലാം അത് ബാലൻസ് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ഓയിൽ വേണ്ട അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയിട്ട് ഒരു 1 to 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ നീള പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം ചൈനീസ് ഡിഷൊക്കെ ഒരുപാട് സമയം ആകത്തില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ച സ്മെൽ ഒന്ന് പോയി കിട്ടിയാൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഒരു 15 മിനിറ്റ്സിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇപ്പോൾ അതിൻ്റെ പച്ച സ്മെൽ പോയ ഉടനെ തന്നെ ഒരു മീഡിയം സൈസ് ചോപ്പ് ചെയ്ത ഓണിയൻ, കുറച്ച് വലുതായിട്ടാണ് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നല്ല ചെറുതായിട്ട് നിങ്ങൾ ചോപ്പ് ചെയ്യേണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ തന്നെ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെയും ഓണിയൻ്റെയും ഒരു പച്ച സ്മെൽ പോണത് വരെ കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇടണ്ട. നമുക്ക് ആഡ് ചെയ്യണ സോസിലൊക്കെ അതിൻ്റെ സോൾട്ടിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നിങ്ങൾ പിന്നെ നോക്കി ആവശ്യത്തിന് ഇട്ടാൽ മതിയാകും. ഇപ്പോൾ കുറച്ച് സോൾട്ട് ഇട്ടാൽ മതിയാകും. ഇപ്പോൾ ഇത് കുറച്ച് അതിൻ്റെ പച്ച സ്മെൽ മാറിയിട്ട് ഞാൻ ഒരു കാപ്സിക്കം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കണുണ്ട്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. കാണാത്തവർ കാണുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ സോസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആ സോസിൻ്റെയൊക്കെ പച്ച സ്മെൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൽ ചിക്കൻ ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് കിട്ടും, ഡ്രൈ ചിക്കൻ മഞ്ചൂരിയനായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ഒരു ചെറിയ ഗ്രേവി പോലെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിലാണ്, ഹോട്ട് വാട്ടർ അല്ല, വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഗ്രേവി കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ഫുഡ് കളർ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കോൺഫ്ലവർ, എനിക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടി ഞാൻ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ ആ കറക്റ്റ് റെസ്റ്റോറൻറ്റ് ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഒരു നുള്ള അജിനമോട്ടോ ആഡ് ചെയ്യുക. അജിനമോട്ടോ ഹെൽത്തിന് നല്ലതല്ല, പക്ഷേ റെസ്റ്റോറൻറ്റിൽ എല്ലാ അജിനമോട്ടോ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പിഞ്ച് അജിനമോട്ടോ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഫുഡ് കളർ, നമ്മുടെ ലിക്വിഡ് ഫുഡ് കളറാണ് നമുക്കിപ്പോൾ ഇട്ടിട്ടുള്ളത്. റീസെൻ്റായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഫുഡ് കളറാണ് ലിക്വിഡ് ഫുഡ് കളർ, അതാണ് യൂസ് ചെയ്യാൻ പോണത്. ഇപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ ലിക്വിഡ് ഫുഡ് കളർ ഒരു 4-5 ഡേയ്സ് മാത്രമേ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നമുക്കതിൽ കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലിക്വിഡ് ഫുഡ് കളർ ഒന്ന് സ്റ്റോർ ചെയ്യണവർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ദിവസം വച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ ഇതിന് മുമ്പിൽ നമുക്ക് ഇട്ടിട്ടുള്ള ആ പൗഡേർഡ് ഫുഡ് കളർ, അത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കാൻ പറ്റും. അപ്പോൾ അതാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പണി കഴിയും.
ഇപ്പം ഇതിൽ അതിൻ്റെയൊക്കെ സ്മെല്ല് പോയിട്ട് ആ കോൺഫ്ലവറൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റിക്കൊള്ളാം. അപ്പോൾ നിങ്ങൾ ഈ ഫുഡ് കളർ ഒന്ന് ശ്രദ്ധിക്കുക. പൗഡേർഡ് ഫുഡ് കളർ ആണെങ്കിൽ നിങ്ങൾ ഒരു 6-7 months വരെ അങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ലിക്വിഡ് ഫുഡ് കളർ കുറച്ച് ദിവസമേ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതാണ് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതിലൊക്കെ ഇടാം, പൗഡേർഡ് ഫുഡ് കളർ യൂസ് ചെയ്താലും മതിയാകും. പൗഡേർഡ് ഫുഡ് കളർ ഇടുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ നമുക്ക് കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം എനിക്ക് കുക്കായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇവിടെ ആ സോസിൻ്റെയും എല്ലാം. ഞാനിപ്പോൾ എടുത്ത് മാറ്റിയാണ്. ഞാനിപ്പം സെർവിങ് പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്